+2 സ്റ്റുഡൻസ് എല്ലാവരും നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതി ഇരിക്കുകയായിരിക്കും അല്ലെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ? എക്സാം ഒക്കെ എഴുതിയിട്ട് ഓക്കെ ആണോ? നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്? നിങ്ങൾക്ക് ഒക്കെ ഒരു ആൻസൈറ്റി ഉണ്ടാവും അല്ലെ, എത്ര മാർക്ക് കിട്ടും, എങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, ഓക്കെ ആൻസർ എഴുതിയിട്ടുണ്ടാവോ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ മലയാളം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? നല്ല രീതിയിലൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രാഷ് കോഴ്സിൽ ചേർന്നവരായാലും അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ക്ലാസ്സിലൊക്കെ ചേർന്നവരായാലും അവർക്കൊക്കെ എന്താണ് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ എന്തിനാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്താണ് നമുക്ക് ഈ ഒരു എക്സാം, കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരു പേടി നിൽക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്താണ് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയണ്ടേ. അപ്പൊ അതിന് എന്ത് വേണം? ആൻസേഴ്സ് അറിയണം, ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അറിയണം അല്ലെ. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ 50 1 വേർഡ് ക്വസ്റ്റ്യൻസോളം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു 50 ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും എന്താണ് ആ 1 വേർഡ് ക്വസ്റ്റ്യൻസിലായിരിക്കും കുറെ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുക. കാരണം അത് കറക്റ്റ് എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നോക്കിയാലോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് +2ന്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ 2025 ഏപ്രിൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കൊരു 6-7 സെക്ഷൻസോളം 1 വേർഡിന്റെ സെക്ഷൻ ആണ് ഉള്ളത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു പോവാം. 1 വേർഡിന്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് പറഞ്ഞു പോവാം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന 20 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഓരോ മാർക്ക് വീതമാണ് അതിന് ഉള്ളത്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഓപ്ഷൻസ് നമുക്കൊന്ന് പിക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ. നമുക്ക് ഏകദേശം വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതൊന്ന് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ സെറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിട്ടയക്കുക എന്ന കവിതയിലെ കിളിയെ പ്രലോഭിപ്പിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? താമരക്കായ് വീശുന്ന തടാകം. പിന്നെ എന്താണ്? പുതുവസ്ത്രമണിഞ്ഞ പുൽക്കൊടികൾ, പുഞ്ചിരിക്കുന്ന പൂക്കൾ, നീലമേല പണിഞ്ഞ വാനിടം. അങ്ങനെ പറഞ്ഞിട്ട് കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമ്മളിത് ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വിട്ടയക്കുക എന്ന കവിതയിലെ കിളിയെ പ്രലോഭിപ്പിക്കുന്നത് എന്താണ്? താമരക്കായ് വീശുന്ന തടാകമാണ് അല്ലെ. കിളിയുടെ സ്വപ്നത്തിൽ ഇങ്ങനെ വരികയാണ്. തടാകത്തുനിന്ന് എന്താണ് താമരക്കായ് ഒക്കെ ഇങ്ങനെ വീശി തന്നെ മാടി വിളിക്കുന്നതായിട്ട് ആർക്ക് തോന്നുകയാണ്? കിളിക്ക് തോന്നുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 1 മാർക്ക് നമ്മളെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാലനില്ലാത്ത കാലത്ത് നാടുവാഴി പ്രഭുക്കന്മാരുടെ സങ്കടം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോ എന്തായിരുന്നു സങ്കടം? വീട്ടിൽ കയറുന്ന കള്ളനെ വെട്ടിയാലും ചാവുന്നില്ല എന്നുള്ളതാണ് ആ ഒരു സങ്കടം എന്ന് പറയുന്നത് അല്ലെ. കാരണം എന്താണ്? ഈ നാടുവാഴി പ്രഭുക്കന്മാർ മരണമില്ലാത്ത ഒരവസ്ഥയാണല്ലോ കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന ആ ഒരു തുള്ളൽ കവിതയ്ക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ എന്തൊക്കെ കുറ്റം ചെയ്താലും അല്ലെങ്കിൽ വീട്ടിൽ കയറി മോഷ്ടിച്ചാൽ പോലും വെട്ടിയാൽ ചാവില്ല അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് ആർക്കെങ്കിലും പേടി ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്താണ് വീട്ടിൽ കയറുന്ന കള്ളനെ വെട്ടിയാലും ചാവുന്നില്ല എന്നുള്ളതാണ് ഈ നാടുവാഴി പ്രഭുക്കന്മാരുടെ ഒരു സങ്കടം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നീലമല പോലെ മരിച്ചു കിടക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ യൂട്യൂബ് ലൈവ് സെക്ഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന റിവിഷന്റെ ആ ഒരു കവിതയുടെ റിവിഷൻ ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ലൈവിനകത്ത്. ആരാണ് നീലമല പോലെ മരിച്ചു കിടക്കുന്നത് എന്നല്ലേ? ആരാണ്? ഘടോൽക്കചനാണല്ലേ. കാരണം എന്താണ്? വലിയ ശരീരമാണ്, രാക്ഷസനാണ്. അപ്പൊ ഭീമന്റെ മകനാണെങ്കിലും രാക്ഷസനാണ്, ഹിഡുംബിയിൽ ഉണ്ടായിട്ടുള്ള മകനാണല്ലേ. അപ്പൊ
ഘടോത്കചനാണ് നീലമല പോലെ മരിച്ചു കിടക്കുന്നത്. അപ്പൊ അതും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുത്തെഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന ആ ഒരു കവിതയ്ക്കകത്ത് നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലെ. എന്താണ്? വെള്ളമേഘങ്ങളെ എന്തായിട്ടാണ് കവി സങ്കല്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിട്ടായിരുന്നു വെള്ളമേഘങ്ങളെ സങ്കല്പിച്ചത്? മാലാഖമാരായിട്ടാണ് അല്ലെ. മാലാഖമാരായിട്ട് വെള്ളമേഘങ്ങളെ സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ്, ആ ഒരു ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന കവിത വായിക്കുന്ന സമയത്തേ നമുക്കത് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇത്തിരി ചുവന്ന മുഖം കുനിച്ച് ചിത്രകവാടം കടന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആരാണ് ഇത്തിരി ചുവന്ന മുഖം കുനിച്ച് ചിത്രകവാടം കടന്നത്? അന്തിത്തിരി എന്ന് പറയുന്ന കവിതയിലെ ഒരു വരിയാണല്ലേ, അല്ലെങ്കിൽ ഒരു സംഭവമാണല്ലേ ഇത്. അപ്പൊ അവിടെ സൂര്യനാണല്ലേ, സൂര്യനാണ് എന്ത് ഇത്തിരി ചുവന്ന മുഖം കുനിച്ച് ചിത്രകവാടം കടന്നിട്ടുള്ളത്. മുത്തശ്ശി സൂര്യനെ വീടിനകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് തിരിച്ചു പോവാണല്ലേ. അപ്പൊ അങ്ങനെയാണ് ചുവന്ന മുഖമുള്ളത് ആർക്കാണെന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പൊ സൂര്യനാണ് അതിന്റെ ആൻസർ. അപ്പൊ അതും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും എന്ന് പറയാണ്. അപ്പൊ ആരെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും, അടർക്കളം എന്നൊക്കെ പറഞ്ഞു യുദ്ധമാണ് അല്ലെ. അപ്പൊ നമ്മൾ യുദ്ധത്തിനെ പറ്റി പഠിച്ചിട്ടുള്ളത് എവിടെയാണ്? ഗാന്ധാരി വിലാപത്തിലാണ്. പക്ഷെ ഇത് ഗാന്ധാരി വിലാപത്തിൽ ഉള്ളതല്ല. അപ്പൊ ഏതാണ്? അന്നത്തെ പുണ്യം എന്ന് പറയുന്ന കവിതയിലുള്ള വരികളാണ് ഇത്. ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും. അപ്പൊ അത് ആരെ കുറിച്ചാണ് പറയുന്നത്? ശ്രീകൃഷ്ണനെ കുറിച്ചാണ്. അന്നത്തെ പുണ്യം എന്ന് പറയുന്ന കവിതയിൽ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആയുധമൊന്നും എടുത്തിട്ടില്ല, വെറുതെ ഉപദേശമൊക്കെ കൊടുത്ത് ഒരു സൈഡിൽ ഇരുന്നതാണ് അല്ലെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആയുധം കയ്യിലേന്താതെ അടർക്കളമണഞ്ഞതും എന്ന് ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് ഇവിടെ ആൻസർ എന്താ വരുന്നത്? ശ്രീകൃഷ്ണനാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓരോ അണുവും സുഖകരമായ വെളിച്ചത്തോടെ പ്രകാശിക്കുന്നതായിട്ട് തോന്നി. ആർക്കാണ് ഇങ്ങനെ തോന്നിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ ആർക്കാ തോന്നിയിട്ടുള്ളത്? അത്രയും ഒരാളുടെ ജീവിതത്തിലേക്ക്, ആരുടെ ജീവിതത്തിലേക്കാണ് അത്തരത്തിലുള്ള ഒരു വെളിച്ചം വന്നത്? മനസ്സിലേക്കാണ് അത്തരത്തിലുള്ള ഒരു വെളിച്ചം വന്നിട്ടുള്ളത്? ഒന്ന് ഓർത്ത് നോക്കിയാൽ കിട്ടുന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. നിസാർ അഹമ്മദ്, വെള്ളായപ്പൻ, മാധേവൻ, കുഞ്ഞിപ്പാത്തുമ്മ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോ നമുക്കറിയാം എന്താണ്? അഞ്ചുപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന നോവലിലെ കുറച്ച് ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് കുഞ്ഞിപ്പാത്തുമ്മയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്ന ആളാണ് നിസാർ അഹമ്മദ് അല്ലെ. അപ്പോ നിസാർ അഹമ്മദ് വെളിച്ചം കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ അനുഭവപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെ തോന്നിയത് ആർക്കായിരിക്കാം? യെസ്, കുഞ്ഞിപ്പാത്തുമ്മയ്ക്കാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ആ ഒരു കഥയുടെ ടെക്സ്റ്റിലുള്ള ആ ഒരു കഥയുടെ അവസാന ഭാഗത്തിലേക്ക് നോക്കുന്ന സമയത്ത് നിസാർ അഹമ്മദ് പോയി കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പാത്തുമ്മ തിരിച്ചു നടക്കുമല്ലോ. അങ്ങനെ നടക്കുന്ന സമയത്ത് എന്താണ്? ഓരോ അണുവും സുഖകരമായ വെളിച്ചത്തോടെ പ്രകാശിക്കുന്നതായിട്ട് കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് തോന്നി എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതും നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പോ ഇത് എന്താണ്? ഗാന്ധിജിയെ കുറിച്ചുള്ള വള്ളത്തോളിന്റെ കവിതയുടെ പേരെന്ത് എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു കവിതയുടെ വരി അല്ലെങ്കിൽ ലോകമേ തറവാട്, ഇത് ആ കവിതയിലുള്ള ഒരു വരിയാണ് കേട്ടോ. അപ്പൊ നിങ്ങളിത് കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഓപ്ഷൻസിലും ഈ ഒരു വരി ഇട്ടത്. അപ്പൊ ലോകമേ തറവാട് എന്ന് തുടങ്ങുന്ന ആ ഒരു 4 വരി, ഈ പൂക്കളും പുഴുക്കളും കൂടിത്താൻ സ്വന്തക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ 4 വരി നമ്മൾ കൃത്യമായിട്ട് സൂം ലൈവ് സെക്ഷനിൽ, ഗൂഗിൾ മീറ്റ് ലൈവ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തവരാണെങ്കിലും അല്ലെങ്കിൽ റെഗുലർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഇലേൺ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുമല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ, അങ്ങനെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്കൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പോ എന്താണ് അതിന്റെ ആൻസർ? ഗാന്ധിജിയെ കുറിച്ചുള്ള വള്ളത്തോളിന്റെ കവിതയുടെ പേരെന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ് കവിത? നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതയിൽ നിന്നാണ്, അല്ലെങ്കിൽ കവിത ആരെ പറ്റിയുള്ളതാണ്? ഗാന്ധിജിയെ പറ്റിയുള്ളതാണ്, വള്ളത്തോൾ എഴുതിയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ?
മനോജിന്റെ അമ്മയുടെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന ഇഴയടുപ്പമുള്ള വല ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇത് അറിയില്ലെങ്കിൽ പോലും വളരെ ഈസിയിൽ നമുക്കിത് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്താ, ചിലന്തി വല, മീൻവല, തുണി കൊണ്ടുള്ള വല, സംശയത്തിന്റെ മാറാല, ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോ ഒരു പുകമറയ്ക്കപ്പുറം എന്ന് പറയുന്ന ചാപ്റ്റർ ഉള്ളതാണിത്. അപ്പോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ ചിലന്തി വലയും മീൻവലയും തുണി കൊണ്ടുള്ള വലയും ഒന്നും ആയിരിക്കില്ലല്ലോ. അപ്പൊ അത് കോമൺ സെൻസ് യൂസ് ചെയ്ത് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ എന്താണ് ആൻസർ? യെസ്, സംശയത്തിന്റെ മാറാലയാണല്ലേ. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? എനിക്ക് എത്ര അമൂല്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഗോഖലെക്ക് അമൂല്യമായത് എന്താണ് എന്നാ ചോദിക്കുന്നത്. അപ്പൊ ലളിത ജീവിതം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്ത് ഗോഖലെക്ക് എന്തോ ഒരു സാധനം അമൂല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അന്ന് റിവിഷൻ ക്ലാസ് പറഞ്ഞ സമയത്ത്. ഇത് നേരിയത് ആണ് എന്താണ് അമൂല്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആര് സമ്മാനിച്ചതാണ്? ഇവിടെ എന്തൊക്കെയുണ്ട്? റാനഡെ സമ്മാനിച്ച തൂവാലയാണെന്ന് പറയുന്നുണ്ട്, റാനഡെ സമ്മാനിച്ച നേരിതാണെന്ന് പറയുന്നുണ്ട്, ഗാന്ധിജി സമ്മാനിച്ച നേരിതാണെന്ന് പറയുന്നുണ്ട്, നെഹ്റു സമ്മാനിച്ച റോസാപ്പൂവാണെന്നും പറയുന്നുണ്ട്. അപ്പോ പല തരത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് എന്നുള്ളത്. അപ്പൊ ആൻസർ എന്താണ്? റാനഡെ സമ്മാനിച്ച നേരിതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അതും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. എന്താണ്? ഉതുപ്പാന്റെ കിണറിനെ കുറിച്ച് ഇപ്പോഴും മറക്കാത്തവർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം ഉതുപ്പാന്റെ കിണറൊക്കെ മൂടാൻ പ്ലാൻ ഇട്ട സമയത്ത് ഉതുപ്പാൻ അതിൽ ചാടി മരിച്ചു അല്ലെ. അപ്പൊ അതാണ് കഥ. അപ്പൊ ആ ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പൊ എന്താ ചോദിക്കുന്നത്? ഉതുപ്പാന്റെ കിണറിനെ കുറിച്ച് ഇപ്പോഴും മറക്കാത്തവർ ആരാണെന്നാ ചോദിക്കുന്നത്. അപ്പൊ ആരാണ്? വെള്ളം കോരി കുടിക്കുന്ന വീട്ടമ്മമാരാണോ? അല്ല. വാഹനം കഴുകുന്നവരാണോ? അതും അല്ല. കിണറ്റിൽ കല്ലിട്ട് കളിക്കുന്ന കുട്ടികളാണല്ലേ. അപ്പൊ കുട്ടികൾ ഇപ്പോഴും അവിടെ കല്ലിട്ട് കളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ കുറെ വർഷം കഴിഞ്ഞിട്ടും ഈ എന്താണ് നഗരസഭയൊക്കെ ഇത് മൂടാനുള്ള പ്ലാനൊക്കെ ഇട്ട സമയത്ത് എന്താണ് ഉതുപ്പാന്റെ കിണറിനെ കുറിച്ച് എല്ലാവരും മറന്നു, പക്ഷെ ചിലര് മറക്കാത്തത് ഉണ്ടെന്ന് പറഞ്ഞു. അതാരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? കിണറ്റിൽ കല്ലിട്ട് കളിക്കുന്ന കുട്ടികളാണ് അത് മറക്കാത്തത്. അപ്പൊ അതും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കടൽ തീരത്ത് എന്ന കഥയിലെ ജയിൽ പാറാവുകാരന്റെ ഭാവമാറ്റത്തിന് നിമിത്തമായത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായിരിക്കാം ഭാവമാറ്റത്തിന് നിമിത്തമായിട്ടുള്ളത്? കത്ത് കൊടുത്ത സമയത്ത് എന്താണ്? മരണക്കുറിപ്പാണല്ലേ കണ്ടിട്ടുള്ളത്. ആരുടെ മരണക്കുറിപ്പാണ്? മകന്റെ, അല്ലെങ്കിൽ വെള്ളായപ്പന്റെ മകന്റെ മരണക്കുറിപ്പ് കണ്ടു. അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആണ് സാധാരണ അവിടെ വരാറുള്ളത്. ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് വിസിറ്റേഴ്സ് ആണ് വരാറുള്ളത്. അപ്പൊ ജയിൽ പാറാവുകാരന് ആ കത്തിൽ എന്തായിരിക്കും? ഇന്ന ആളെ കാണണം എന്നുള്ളൊരു കുറിപ്പായിരിക്കും എപ്പോഴും കാണുക. അപ്പൊ ഒരു വേറിട്ടൊരു കുറിപ്പ് കണ്ട സമയത്ത് പെട്ടെന്ന് ആ ഒരു ഭാവമാറ്റത്തിന് നിമിത്തമായി. അപ്പൊ എന്താണ്? മകന്റെ മരണക്കുറിപ്പ് കണ്ടതാണ് ജയിൽ പാറാവുകാരന്റെ ഭാവമാറ്റത്തിന് കാരണം. അതും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കഥ പറഞ്ഞു പോയ സമയത്ത് നമ്മൾ ഇതും റിവൈസ് ചെയ്ത് അല്ലെങ്കിൽ റിവിഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? സാഹിത്യ ആസ്വാദനത്തിനും വിശകലനത്തിനും പ്രാധാന്യമുള്ളത് ഏതിനെന്നാണ് ലേഖകന്റെ അഭിപ്രായം? അപ്പൊ കഥയും കഥാപാത്രവും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുള്ള അല്ലെങ്കിൽ ആ ഒരു പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സാഹിത്യ ആസ്വാദനത്തിനും വിശകലനത്തിനും പ്രാധാന്യമുള്ളത് ഏതാണ്? സാഹിത്യ നിരൂപണം അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണമാണ് എന്ന് ആര് പറയുന്നുണ്ട്? ആ ഒരു ലേഖകൻ പറയുന്നുണ്ട് അല്ലെ. അപ്പോ ഇതിന്റെ ആൻസർ എന്താണ്? സാഹിത്യ നിരൂപണം എന്നുള്ളതാണ്. അപ്പൊ ഇതും കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ എത്ര മാർക്ക് കിട്ടി? ഏകദേശം എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ, അല്ലെങ്കിൽ എല്ലാം ശരിയായോ ഒക്കെ ഒന്ന് നോക്കണേ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എന്താണ്? വാർദ്ധക്യത്തിലെ അവശതകളും അവിവേകങ്ങളും പ്രമേയമായ കഥയാണ് എന്ത്? ഒരു ഡാഷ് ഇടാണ്. അപ്പോൾ എന്താണ് ആ ഒരു വാർദ്ധക്യത്തിലെ അവശതകളും അവിവേകങ്ങളും ഒക്കെ പ്രമേയമായിട്ടുള്ള കഥ? നമ്മുടെ ഈ ഒരു ഓപ്ഷനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം കർണപർവ്വത്തില് എന്താണ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആ വൃദ്ധന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെയാണ് വാർദ്ധക്യത്തിലെ അവശതകളും അവിവേകങ്ങളും ഒക്കെ പ്രമേയമായിട്ട് വരുന്നത്. അപ്പൊ കടൽ തീരത്ത് എന്ന് പറയുന്ന കഥയിലും അത്തരത്തിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത് മകന്റെ മരണമാണ് അല്ലെ. അതുപോലെ തന്നെ ഉതുപ്പാന്റെ കിണറിലും അത്തരത്തിൽ വൃദ്ധന്റെ കാര്യങ്ങളൊക്കെ അവസാനത്തേക്ക് വരുന്നുണ്ടെങ്കിലും അവിടെ ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ കാര്യമാണ് പറയുന്നത്. അത്തരത്തില്
നോക്കുന്ന സമയത്ത് കർണപർവമാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ മൂന്നെണ്ണത്തിലും ഉതുപ്പാന്റെ കിണറിലും കടൽ തീരത്തിലും കർണപർവത്തിലും ഇത്തരത്തിലുള്ള വൃദ്ധന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വാർദ്ധക്യത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രമേയപരമായിട്ട് പ്രധാനമായിട്ടും ഈ ഒരു കാര്യമുള്ളത് കർണപർവത്തിലാണെന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ആൻസേഴ്സ് വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, എന്നാലും ഏകദേശം നോക്കുന്ന സമയത്ത് നമുക്ക് കർണപർവമാണ് അതിന്റെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പുന്നല്ലരി ചോറിന്റെ ഗന്ധം ഉള്ളത് എന്തിനായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ്? കണ്ണാന്തളി പൂക്കളുടെ കാലത്തിലുള്ളതാണ്. അപ്പൊ ഒന്നും സംശയിക്കേണ്ട, ഏതാണ് ആൻസർ? കണ്ണാന്തളി പൂവാണ് അല്ലേ? അപ്പൊ ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പാശ്ചാത്യ ലോകത്തിന്റെ സാംസ്കാരിക പ്രഭാവം എവിടെ നിന്നായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? റോമ, ഏഥൻസ്, ഗ്രീസ്, മെസപ്പൊട്ടോമിയ തുടങ്ങിയിട്ടുള്ള കുറെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഏതാണ്? അതിനകത്ത് കലയും കാലവും എന്ന് പറയുന്ന ലേഖനത്തിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് പറയുന്നുണ്ട് ഗ്രീസിന്റെ കാര്യം അല്ലെ, ആ ഒരു സാംസ്കാരിക പ്രഭാവം കൊണ്ടുവന്നത് ഗ്രീസ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് എഴുതാം, കാരണം ആ ഒരു കലയും കാലവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഗ്രീസിന്റെ ഒരു വലിയ പ്രാധാന്യം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഒരു കാര്യം മറക്കില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നതിൽ അനുപ്രാസമുള്ള കടങ്കഥ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അനുപ്രാസം അല്ലെ, അതായത് ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് വരുന്നതാണ് അനുപ്രാസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? മുറ്റത്തെ ചെപ്പിനടപ്പില്ല, പ്രത്യേകിച്ചൊന്നും ഇങ്ങനെ ആവർത്തിച്ചു വരുന്നില്ല അല്ലെ. കിക്കിലുക്കും കിലുകിലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. ഓക്കെ, കുഴപ്പമില്ല, ഏകദേശം വരുന്നുണ്ട്. ഇനി കട കത്തിച്ചു, തല കത്തിച്ചു. കത്തിച്ചു എന്നുള്ള രണ്ടിടത്തും വരുന്നുണ്ട്. അപ്പത്തിൽ കൂടും അടയിൽ കൂടില്ല, അത് ഒരേ കാര്യമല്ല വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് കട കത്തിച്ചു തല കുത്തിച്ചു എന്നുള്ളതാണ് കേട്ടോ. അനുപ്രാസത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കടങ്കഥയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. സബർമതി ദൂരെയാണ് എന്ന നാടകത്തിലെ കഥാപാത്രം അല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഗാന്ധിജി, തേവൻ, ശാന്തി, വേണു, ഇവരിൽ ആരാണ് കഥാപാത്രം അല്ലാത്തത്? യെസ്, ഗാന്ധിജി ആണ് അല്ലെ. ഗാന്ധിജിയെ കുറിച്ച് അതിനകത്ത് പരാമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ഗാന്ധിജി അവിടെ കഥാപാത്രമല്ല. അപ്പൊ ബാക്കി 3 പേരും അവിടെ കഥാപാത്രങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 19ാമത്തെ ക്വസ്റ്റ്യൻ. ദേവേന്ദ്രൻ എന്തിനാണ് ഭൂമിയിൽ വന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ മഴ പെയ്യിക്കാനാണോ ദേവേന്ദ്രൻ വന്നത്? അല്ല. ഭൂമിയിൽ മരണം ഉണ്ടാക്കാനാണോ? അതുമല്ല. കാലന്റെ തപസ് മുടക്കുന്നതിനാണോ? അതുമല്ല. ഭൂമിയിലെ മരണമില്ലാത്ത അവസ്ഥയ്ക്ക് പരിഹാരം തേടിയിട്ടാണ് ദേവേന്ദ്രൻ വന്നത് അല്ലെ. അപ്പൊ ഇത് ചിലപ്പോ ഒന്ന് കുഴപ്പിക്കുന്ന ഒരു ഓപ്ഷൻസ് ആയിരിക്കും. കാരണം മഴ പെയ്യിക്കുന്നത് ദേവേന്ദ്രനാണ്, പിന്നെ കാലനില്ലാത്ത കാലത്ത് മരണം ഇല്ലാത്തതുകൊണ്ട് മരണം അത്യാവശ്യമാണ്. അപ്പൊ മരണം ഉണ്ടാക്കാൻ വന്നതാണോ എന്നുള്ള സംശയം ഉണ്ടാവും. അതുപോലെ തന്നെ കാലന്റെ തപസ് മുടക്കിയ മരണം വരും അല്ലെ. അപ്പൊ അങ്ങനെയാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭൂമിയിലെ മരണമില്ലാത്ത അവസ്ഥയ്ക്ക് പരിഹാരം തേടിയിട്ടാണ് ദേവേന്ദ്രൻ വന്നിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സെക്ഷനിലെ 20 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്താണ്? നമ്മുടെ പുരാണങ്ങളുമായും നാട്ടുപഴമകളുമായും ബന്ധപ്പെട്ട് സമൂഹ മനസ്സിൽ ഉറച്ചുപോയ സങ്കല്പത്തിന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. മിത്ത്, ആചാരം, അനുഷ്ഠാനം, വിശ്വാസം എന്നൊക്കെയുണ്ട്. അപ്പോ എന്താണ്? ഈ കുറെ കഥകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ എങ്ങനെയാണ് പറയുന്നത്? അല്ലെങ്കിൽ പുരാണങ്ങളും നാട്ടുപഴമകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മനസ്സിൽ ഉറച്ചുപോയ കാര്യങ്ങളെയൊക്കെ എന്താ പറയുന്നത്? മിത്ത് എന്നാണ് അല്ലേ പറയുന്നത്. കുറെ പുരാണ കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ മിത്ത് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അത് ആചാരത്തിന്റെ, അനുഷ്ഠാനത്തിന്റെ, വിശ്വാസത്തിന്റെയും ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ അതിൽ വിശ്വസിക്കുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് മിത്ത് എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. 2ാമത്തെ സെക്ഷൻ എന്താണ്? 5 എണ്ണത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1 മാർക്ക് വീതമാണ് നമുക്കുള്ളത് അല്ലെ. അപ്പോൾ ഇതിൽ 5 എണ്ണത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 5 ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഒന്ന് ഒഴിവാക്കാം, ഒന്നെടുത്ത് എഴുതാം എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. ആകെ 5 ക്വസ്റ്റ്യൻസേ തന്നിട്ടുള്ളൂ. അപ്പൊ പിന്നെ എന്തിനാണ് ഇവര് 5 എണ്ണം എടുത്ത് എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായിട്ടില്ല. എന്നാലും നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്.
ഓക്കെ, ദൈവദ്രോഹം കുറ്റം ആരോപിച്ച് ശിക്ഷിക്കപ്പെട്ട ഗ്രീക്ക് തത്വജ്ഞാനിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കലയും കാലവും എന്ന് പറയുന്ന പാഠഭാഗത്തിനകത്തുള്ളതാണ്. അപ്പൊ ഏതാണ്? സോക്രട്ടീസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ്. അത് ഒന്ന് ജസ്റ്റ് ആ ഒരു ലേഖനം വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അത് കിട്ടുന്നതാണ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നഷ്ടബോധത്തിന്റെ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ലേഖനം ഏത്? അപ്പൊ ഏതാണ്? കണ്ണാന്തളിപ്പൂക്കളുടെ കാലമാണ് അല്ലെ. കാരണം കണ്ണാന്തളിപ്പൂക്കൾ ഇപ്പൊ ഇല്ല. അപ്പൊ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കണ്ണാന്തളിപ്പൂക്കളിന്റെ ആ ഒരു നഷ്ടബോധത്തിനെ കുറിച്ച് പറയുന്ന ആ ഒരു പാരിസ്ഥിതികപരമായിട്ടുള്ള ഒരു ലേഖനമാണ് അത്. എന്താണ്? ആത്മമായിട്ട് അല്ലെങ്കിൽ ആത്മകഥയുടെ രൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ അത്. അപ്പോൾ അത് നഷ്ടബോധത്തിന്റെ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് സെക്ഷനിലെ സെയിം ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ പിന്നെയും വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് വെറുതെ കിട്ടുകയാണ് കേട്ടോ. മറ്റേത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് എഴുതാമല്ലോ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? ഓരോ അണുവും സുഖകരമായ വെളിച്ചത്തോടെ പ്രകാശിക്കുന്നതായി അവൾക്ക് തോന്നി. ആരെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു കഥയിൽ നിന്നുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ സെയിം ക്വസ്റ്റ്യൻ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പൊ എന്താണ് ആൻസർ? നമ്മൾ നേരത്തെ പറഞ്ഞു കുഞ്ഞുപാത്തുമ്മയാണ് അങ്ങനെ വിചാരിച്ചിട്ടുള്ളത് അല്ലെ. നിസാർ അഹമ്മദ് പോകുന്ന സമയത്ത് കുഞ്ഞുപാത്തുമ്മ തിരിച്ചു നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഇങ്ങനെ വളരെ ഒരു നല്ലൊരു വെളിച്ചം പരക്കുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജി സ്വയം മുടി മുറിക്കാൻ തീരുമാനിച്ചത് ഏത് രാജ്യത്ത് വെച്ചാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ പ്രിട്ടോറിയയിൽ വെച്ചാണ്. ദക്ഷിണേന്ത്യയിൽ വെച്ചാണ് ഗാന്ധിജി സ്വയം മുടി മുറിക്കാൻ തീരുമാനിച്ചത് അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ലൈവിനകത്ത് അല്ലെ. അപ്പോൾ അത് കണ്ടവർക്കും ഈസി ആയിട്ട് ഇത് എഴുതാൻ പറ്റിയിട്ടുണ്ടാവണം. എന്തായാലും എന്താണ് ഇതിന്റെ നോട്ട്സ് ഒക്കെ ഇലേൺ സ്റ്റോറിലൊക്കെ അവൈലബിളും ആണ്. അപ്പോൾ അതൊക്കെ വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതൊക്കെ ഇരുന്ന് പഠിക്കുന്നവർക്കൊക്കെ കൃത്യമായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് പഠിച്ച് എടുത്തിട്ട് എക്സാം എഴുതാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ എഴുതിയവരും ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കഥയ്ക്ക് ജീവൻ നൽകുന്ന ഘടകം ഏതെന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നത്? ഏതെന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതാണ് കഥയ്ക്ക് ജീവൻ നൽകുന്ന ഘടകം? യെസ്, കഥാപാത്രങ്ങളാണ്. കഥയും കഥാപാത്രവും എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്ത് നിന്ന് പറയുന്നതാണ്. അപ്പൊ കഥയ്ക്ക് ജീവൻ നൽകുന്ന ഘടകം കഥാപാത്രങ്ങളാണ്. അപ്പൊ ആ ഒരു 5 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ 5 എണ്ണം എഴുതാൻ പറഞ്ഞപ്പോൾ 5 ക്വസ്റ്റ്യനേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 3ാമത്തെ സെക്ഷനിലേക്കാണ് കടക്കുന്നത് കേട്ടോ. ഇനി അടുത്ത സെക്ഷനിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 മാർക്ക് വീതം തന്നെയാണുള്ളത്. 5 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. അതിലും 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി എന്താണ് ക്വസ്റ്റ്യൻ? കുഞ്ചൻ നമ്പ്യാരുടെ ഒരു സാങ്കല്പിക രചനയാണ്. പിന്നെ ബാക്കി പൂരിപ്പിക്കാനുള്ള ഭാഗമാണ്. അപ്പൊ ഏതാണ് സാങ്കല്പിക രചന? കാലമില്ലാത്ത കാലം അല്ലെ. കാരണം മരണമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്ന ഒരു സാങ്കല്പികമാണ്. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് എഴുതി പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ എന്ന് പറഞ്ഞിട്ട് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പൂരിപ്പിക്കാനുള്ള കുറച്ച് ഭാഗം കൊടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ? ആർക്കും അറിയാത്തതായിട്ടുണ്ടാവില്ല. ഏതാണ്? യെസ്, ഇന്ദുലേഖയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താമരക്കൈ വീശി തടാകം ഡാഷ് കിളിയെ മാടി വിളിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് കിളിയെ മാടി വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് എന്താണ്? പ്രേമപൂർവം എന്നുള്ളതാണ് അവിടെ നമ്മൾ എടുത്തെഴുതേണ്ട കാര്യം. അപ്പോൾ അതും നമ്മൾ എന്താണ് റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു വരിയൊക്കെ നമ്മൾ എടുത്തു വെച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് എഴുതാൻ പറ്റും. അപ്പൊ എന്തായാലും ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇതെന്റെ ഡാഷ് ഡോക്ടർ എൻ്റെ ഫിയാൻസി ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഡോക്ടർ ഈ മനോജിനോട് എന്താ പറയാ, ഈ സിസ്റ്റർ ഒന്ന് പുറത്തിറങ്ങി നിന്നോട്ടേലേ എന്ന് ചോദിക്കുന്ന സമയത്താണ് പറയുന്നത് ഇതെന്റെ സിസ്റ്റർ അല്ല, ഡോക്ടർ എൻ്റെ ഫിയാൻസി ആണ് എന്ന് മനോജ് പറയാണ് അല്ലേ. അപ്പൊ സിസ്റ്റർ അല്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ എടുത്ത് എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഇതിന്റെ ഈ ഒരു സെക്ഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്?
ഡാഷ് തുല്യം മനോഹാരിതയുള്ളവനാണ് മരിച്ചു കിടക്കുന്ന അഭിമന്യു. അപ്പൊ എന്താണ്, എന്തിന് തുല്യ മനോഹാരിതയുള്ളവനാണെന്നാണ് പറയുന്നത് ഗാന്ധാരി വിലാപത്തില്? യെസ്, മരതകക്കല്ലിന് തുല്യം എന്നാണ് പറയുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ആളാണ് ഈ മരിച്ചു കിടക്കുന്ന അഭിമന്യു എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ എഴുതിയാൽ മാത്രമേ ഇതിനകത്ത് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ ഇത് എഴുതാൻ പറ്റും. കാരണം ഏകദേശം ഈസി ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിനകത്ത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കും എഴുതാൻ പറ്റിയെന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്താണ്, 30 മാർക്കായി. എത്ര കിട്ടി നിങ്ങൾക്ക്? ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ടോ? നമ്മുടെ പാസ് മാർക്കിനുള്ളതൊക്കെ സെറ്റ് ആയിട്ടുണ്ടോ? എന്നാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലും കൂടി ഒന്ന് നോക്കാം അല്ലേ. എന്താണ്, നാലാമത്തെ സെക്ഷൻ ആണ്. ഇതിലും 5 എണ്ണം എഴുതിയാൽ മതി. തെറ്റോ ശരിയോ എന്ന് നോക്കാനാണ് ക്വസ്റ്റ്യൻ. 1 മാർക്ക് വീതം തന്നെയാണ്. അപ്പൊ എന്താണ്, കിണർ വെള്ളം കിട്ടിയപ്പോൾ ഉതുപ്പാനെ എല്ലാവരും മറന്നു. ഇത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഇത് ശരിയാണ് എന്ന്. പക്ഷേ എന്താണ്, എപ്പോഴാണ് ഉതുപ്പാൻ എല്ലാവരും മറന്നത്? കുഴൽ വെള്ളം കിട്ടിയപ്പോഴാണ് അല്ലേ. കുഴൽ വെള്ളം കിട്ടിയപ്പോഴാണ് നമ്മൾ ഉതുപ്പാനെ മറന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ കിണർ വെള്ളം കിട്ടിയപ്പോഴല്ല, കുഴൽ വെള്ളം കിട്ടിയപ്പോഴാണ്. അപ്പോൾ ഇത് തെറ്റാണോ ശരിയാണോ? തെറ്റാണ് അല്ലേ. ഇത് തെറ്റാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, 32ാമത്തെ ക്വസ്റ്റ്യൻ. തീവണ്ടി ആപ്പീസിന്റെ മുറ്റത്ത് നിന്നിരുന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായി അപ്പനോട് ചോദിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിയാണല്ലേ. അതായത് വെള്ളായപ്പൻ ഇറങ്ങിയിട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് വണ്ടി വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജയിലിലേക്ക് വണ്ടി വേണോ എന്നുള്ളത് കുതിരവണ്ടിക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത്, നാടകമായിരുന്നു സെബാസ്റ്റ്യന്റെ ഏക ദൗർലഭ്യം. ഇത് ശരിയാണോ തെറ്റാണോ? യെസ്, ശരിയാണല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, നിർജീവമാം ദേഹമടക്കിയ പെട്ടി കടന്നുപോയത് കവി വീട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ളതാണ്. അപ്പൊ കവി വീട്ടിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു നിർജീവമായിട്ടുള്ള ദേഹം അടങ്ങിയ ഒരു പെട്ടി കടന്നുപോയത്? അല്ല അല്ലെ, പാതയോരത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ ഇത് തെറ്റാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇനി അടുത്തത് എന്താണ്, സൂര്യന്റെ വല്ലായ്മ കണ്ട് അന്തിത്തിരിയിലെ പെൺകുട്ടിയുടെ മനസ്സലിഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ശരിയാണല്ലേ. കാരണം അതുകൊണ്ടാണ് എന്താണ് പെൺകുട്ടി സൂര്യനെ വിളിച്ച് കയറ്റിയത്. അപ്പൊ ഇത് ശരിയാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, തെറ്റോ ശരിയോ എന്നുള്ള ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി 5ാമത്തെ സെക്ഷൻ ആണ് ചേരുംപടി ചേർക്കുക എന്നുള്ളൊരു സെക്ഷൻ. അപ്പൊ 2 ഭാഗവും നമ്മൾ എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ എന്താണ്, ഇവിടെ 40 വരെയുള്ള ആ ഒരു 5 ക്വസ്റ്റ്യനില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഇവരുടെ രചനകളാണ്, എഴുത്തുകാരും രചനകളുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശരിയാക്കി എഴുതണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. ഉള്ളൂര് കർണഭൂഷണം എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഉള്ളൂരിന്റെ നേരെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? കർണഭൂഷണം എന്നാണ്. പിന്നെ മഞ്ഞ് ആരുടേതാണ്? MT വാസുദേവൻ നായരുടേതാണ്. കലയും കാലവും നമുക്ക് പഠിക്കാനുള്ളതാണ്, MP പോളിൻ്റെതാണ്. വാക്കിന്റെ വഴികൾ TB വേണുഗോപാല പണിക്കരുടേതാണ്. പിന്നെ സ്നേഹദൂതൻ G ശങ്കരപിള്ളയുടേതാണ്. അപ്പൊ ഇത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് എഴുതിയാൽ നമുക്ക് ടോട്ടൽ 5 മാർക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ അല്ലേ. അപ്പൊ ഇതും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു ധാരണ. എന്തായാലും നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവാണ്. 6ാമത്തെ സെക്ഷനാണ് കേട്ടോ. അപ്പൊ 6ാമത്തെ സെക്ഷനിൽ എന്താണ്, 5 എണ്ണത്തിന് പകരം പദം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇതിനൊക്കെ എന്താണ്, പകരം പദം എഴുതണം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പദങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ കൂടുതലും വന്നിട്ടുള്ളത് അന്തിത്തിരി എന്ന് പറയുന്ന കവിതയിൽ നിന്നാണ്. എന്താണ്, ഫാലഫലകം എന്ന് പറയുന്നുണ്ട്. അത് നെറ്റിത്തടത്തിനെയാണ് പറയുന്നത്. പിന്നെ നീരവം നിശബ്ദതയാണല്ലേ പറയുന്നത്. നിശീതം രാത്രിയാണ്. പിന്നെ ഉഡു, ഇത് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഉഡു എന്ന് പറഞ്ഞാൽ എന്താണ്, നക്ഷത്രം അല്ലെ. പിന്നെ അജം ആണ് എന്താണ്, അജഗജാന്തരം എന്ന് നമുക്കറിയാം അല്ലെ. അജം എന്താണ്, ആട്. അപ്പോ അത് നമുക്ക് ഏകദേശം സെറ്റ് ആക്കാൻ പറ്റുന്ന ഇതായിരുന്നു. ഇനി തീരെ അറിയാത്തത് ചിലപ്പോ ഫാലഫലകം ആയിരിക്കാം. എന്നാലും ഇത് 3ഉം അന്തിത്തിരിയിൽ നിന്നും, ഇത് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നതിൽ, ഇത് അജഗജാന്തരം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നൊക്കെയാണ്
വന്നിട്ടുള്ളത്. എന്നാലും നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 7ാമത്തെ സെക്ഷൻ ആണ്. അപ്പൊ എന്താണ് ഇത്? ചേർത്ത് എഴുതാനാണ്. അപ്പൊ നമ്മൾ 2 എണ്ണം അധികം ഇട്ടിട്ട് തരും, അല്ലെങ്കിൽ പ്ലസ് ഇട്ടിട്ട് തരും. അതൊന്ന് കൂട്ടിച്ചേർത്ത് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിലും ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചേർത്ത് എഴുതണം. അപ്പൊ പാറി അധികം പറക്കുക, എന്താണ്? പാറി പറക്കുക. ഈ 2 എണ്ണം തന്നെ എഴുതണം കേട്ടോ, എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. പിന്നെ എന്താണ്? നിത്യ അധികം ആനന്ദം, എന്താണ്? നിത്യാനന്ദം എന്നായി മാറും. പിന്നെ പുര അധികം ഇടം, പുരയിടമായിട്ട് മാറും. ലോക അധികം ഉപകാരി, ലോകോപകാരിയായിട്ട് മാറും. പശ്ചാത് അധികം താപം, പശ്ചാത്താപമായിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഇരട്ടിപ്പൊക്കെ ഉള്ളത് കറക്റ്റ് അതുപോലെ തന്നെ വന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ നമുക്കില്ല. ഇത്രയാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്താണ് 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 50 ക്വസ്റ്റ്യനിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്യണേ. എത്ര മാർക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് സെക്ഷനിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിലും അതുപോലെ തന്നെ റെഗുലർ ക്ലാസ്സിലും ഒക്കെ ജോയിൻ ചെയ്ത് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മുടെ ക്ലാസ്സും ലൈവും ഒക്കെ ഹെൽപ്ഫുൾ ആയി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇനിയും നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.